ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ നിലവാരത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ കട്ട് ഓഫിനെ കുറിച്ചിട്ടൊക്കെ പലർക്കും പല അഭിപ്രായങ്ങളാണുള്ളത്. ചിലർ വളരെ ഉയർന്ന കട്ട് ഓഫൊക്കെ പറയുമ്പോൾ ചിലർ കുറച്ച് കുറവ് കട്ട് ഓഫൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തൊഴിൽ വാർത്ത ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കട്ട് ഓഫും അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് നമുക്കറിയാം നമ്മുടെ ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങൾ മലയാളത്തിലേക്ക് മാറ്റിയ സമയത്ത് ചോദ്യങ്ങളിലൊക്കെ ചില പെശകുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ആ ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ ഡിലീറ്റ് ആകുമോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ന്യൂസ് കട്ടിങ്ങിൽ പറയുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഉത്തരങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങൾ എന്ന ഹെഡിങ്ങുമായാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായിട്ട് സെപ്റ്റംബർ 27 PSC നടത്തിയ മെയിൻ പരീക്ഷകൾ സമീപകാലത്ത് നടന്ന പ്രധാന പരീക്ഷകളുടെ പേപ്പറുകളിൽ നിന്നും പുതുമയാർന്ന സമീപനം കൊണ്ടും അതുപോലെ തന്നെ നിലവാരത്തിലുള്ള വൈവിധ്യം കൊണ്ടും വ്യത്യസ്തമായി എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ സിവിൽ സർവീസ് നിലവാരം പുലർത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും അങ്ങനെ സമ്മിശ്രമായിട്ടാണ് ഇതിൽ ചോദ്യങ്ങൾ ചോദിച്ചതെന്നും ഇതിൽ പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു എക്സാം പേപ്പറിൽ അത്യാവശ്യം നല്ല നിലവാരമുള്ള അത്യാവശ്യം ടഫായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു ലാസ്റ്റ് ഗ്രേഡ് എക്സാമുകൾക്കൊക്കെ ഉണ്ടാകുന്ന പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഈ ഒരു എക്സാമിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചതിക്കുഴികളെ കരുതലോടെ സമീപിച്ചവർക്ക് മികച്ച മാർക്കും അല്ലാത്തവർക്ക് നെഗറ്റീവ് മാർക്കും കിട്ടാൻ സാധ്യതയുള്ളതായിരുന്നു ഈ ഒരു എക്സാം എന്നും ഇതിൽ പറയുന്നുണ്ട്. അതായത് ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്കറിയാം, നമുക്ക് പെട്ടെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ ആ ക്വസ്റ്റ്യൻസൊക്കെ വായിച്ചവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു ചതിക്കുഴിയിൽ വീണ പലർക്കും അവരുടെ നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ മലയാളം ചോദ്യപേപ്പർ വീണ്ടും യാന്ത്രികമായി എന്നും ഇതിൽ പറയുന്നുണ്ട്. അതായത് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ തയ്യാറാക്കി അതിനെ കമ്പ്യൂട്ടറിൽ മൊഴിമാറ്റം നടത്തി മലയാളമാക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ PSCയിൽ പലതവണ ഉദ്യോഗാർത്ഥികളൊക്കെ ഉയർത്തി കാണിച്ച ഒരു കാര്യമാണ്. ഇതിലും ആ ഒരു കാര്യം ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻസിലുണ്ടാകുന്ന പിഴവുകൾ, അതായത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസിൽ ചില പിഴവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെടുമോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ PSCയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സാമിന് നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിനാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പ്രയോറിറ്റി നൽകുന്നത് നമ്മുടെ ഇംഗ്ലീഷിനാണ്. അതുകൊണ്ട് തന്നെ തർജ്ജിമ ചെയ്തുകൊണ്ട് മലയാളത്തിൽ പെശകുകളൊക്കെ പറ്റിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിലീഷൻ കിട്ടണമെന്ന് ഉറപ്പില്ല എന്നാണ്, കിട്ടില്ല എന്നല്ല. ഇനി മറ്റ് ചില കാര്യങ്ങൾ, അതായത് നമ്മളെ ക്വസ്റ്റ്യൻസിന് മറ്റെന്തെങ്കിലും പിഴവുള്ള കാര്യങ്ങളോ ഓപ്ഷൻസിലോ അതുപോലെ തന്നെ കാര്യമായ സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അപ്പീൽ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ നേടിയെടുക്കാവുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിച്ച ആ ചോദ്യം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇറേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് മാർക്ക് നിങ്ങൾക്ക് കുറക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു എക്സാമിന് 2 പേപ്പറുകൾ ഉണ്ടായിരുന്നു. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ടായിരുന്നു. അതിൽ കാർഡ് കയറാതെ പേപ്പർ 2 എന്ന് ഒരു ഹെഡിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കൂടുതൽ ആശങ്കയോടെ കാത്തിരുന്ന പേപ്പറാണ് നമ്മുടെ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത്. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ സെക്കൻഡ് പേപ്പറിലാണ്. അതിലൂടെയാണ് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാനും അതുപോലെ തന്നെ മാർക്ക് നമ്മുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളത് എന്തുകൊണ്ട് നമ്മുടെ സെക്കൻഡ് പേപ്പറാണ്. അപ്പോൾ അത് അധികം കാർഡ് കയറാതെ ഉദ്യോഗാർത്ഥികളെ അധികം ബുദ്ധിമുട്ടാക്കാതെ കടന്നുപോയെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു തൊഴിൽ വാർത്തയുടെ പ്രതീക്ഷിത കട്ട് ഓഫായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പേപ്പർ 1ന് 55 മാർക്കിനും 63 മാർക്കിനും ഇടയിലാണ് നമ്മുടെ കട്ട് ഓഫായിട്ട് തൊഴിൽ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ 2 നോക്കിക്കഴിഞ്ഞാൽ 50 മാർക്കിനും 58 മാർക്കിനും ഇടയിലാണ് കട്ട് ഓഫായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ കട്ട് ഓഫ് കൂടുതൽ നമ്മുടെ പേപ്പർ 1ന് തന്നെയാണ്. ഒരു 55 മാർക്ക് 63 മാർക്ക്. അപ്പോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത മാർക്കും ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് പേപ്പർ 1ൻ്റെ കാര്യത്തിൽ. പക്ഷേ പേപ്പർ 2ൻ്റെ കാര്യത്തിൽ ഒരു 50 മാർക്ക് 58 മാർക്കാണ് നമ്മുടെ ഒരു പ്രതീക്ഷിത കട്ട് ഓഫായിട്ട് നമ്മുടെ തൊഴിൽ വാർത്ത പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 120 മാർക്ക് വരെ
കട്ട് ഓഫ് പോവാം. അതുപോലെ തന്നെ ഒരു 105 മാർക്ക് വരെ കട്ട് ഓഫ് താഴാം എന്നാണ് നമ്മുടെ തൊഴിൽ വാർത്ത പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എത്രയാണ് കട്ട് ഓഫ് വരാൻ സാധ്യത എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു മാർക്കും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ തൊഴിൽ വാർത്തയിൽ വന്ന ഒരു ന്യൂസ് കട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റിയവരുണ്ടാവും, അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ പറ്റാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവരൊന്നും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇനിയും ഡിഗ്രി ലെവലായാലും അതുപോലെ തന്നെ +2 ലെവലായാലും ഒരുപാട് എക്സാമുകൾ PSCയുടേത് ഇനിയും നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ അടുത്ത തവണ ഈ ഒരു എക്സാം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത തവണ നല്ല രീതിയിൽ ഇതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യാതെ അതിന് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് PSCയിൽ എത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.